എൻ്റെ പൊന്നെ ഇതാരാണ് നിങ്ങളിതെപ്പോൾ വന്നത്? ഞാൻ കുറേ നേരമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു. ബാങ്കുകാർ ഇന്നലെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഴിച്ചുപണിയിലും കുറേ ഇതേപോലെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ചാർജൊക്കെ തീർന്ന് ഇപ്പോൾ സംഭവം പൊങ്ങണില്ല, കണ്ടില്ലേ? നോക്കട്ടെ, പൊങ്ങടാ, പൊങ്ങടാ. ആ ഗൈസ്, ഇവൻ പൊങ്ങി കേട്ടാ. അപ്പോൾ നമുക്ക് ഗിംബലാണ് ഈ പ്രാവശ്യം ബാങ്കുകാർ അയച്ചു തന്നിട്ടുള്ളത്. ഗിംബൽ എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അറിയാൻ മേലാത്തവർക്ക് ഒന്നുകൂടെ വേണ്ടി പറയാം. ഗിംബൽ എന്ന് പറഞ്ഞാൽ വീഡിയോ സ്റ്റെബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിലോട്ട് ഫോൺ ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ നൈസായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താൽ മതി. ഒരു കുഴപ്പമില്ല, ഫോണിന് ഒരു ഷെയ്ക്കും ഉണ്ടാകത്തില്ല. നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തേട്ടോ. അതുകൊണ്ടാണ് ഈ സംഭവം പൊങ്ങണില്ലത്. ഇപ്പോൾ പിന്നെ താന്നേ. ഓക്കെ, അപ്പോൾ അധികം സമയം വേണ്ട, നല്ല വീഡിയോ ഇട്ട് പോയേക്കാം. ഓക്കെ, പോയേക്കാം. ആ ബൂം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഗിംബൽ. ബിയോൺസ്കി ഐമൈൻഡ് എന്നാണ് ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം. ഇതൊരു വൈറ്റ് ബോക്സിലാണ് വരുന്നത് ആൻഡ് ആക്ച്വലി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഓക്കെ, സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു യൂസർ മാനുവലാണ് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഒരു കൗണ്ടർ വെയിറ്റ് കാണാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫോണിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൗണ്ടർ വെയിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്തായിട്ട് ഒരു OTG കേബിൾ കാണാം. ആൻഡ് ഫൈനലി ഗിംബൽ കിട്ടുന്നതാണ് ബഡീസ്. ആദ്യം തന്നെ ഗിംബലിൻ്റെ ബാറ്ററി ഉണ്ടാകുന്ന എന്തായാലും ചെക്ക് ചെയ്യണം, കാരണം ബാറ്ററി ഇല്ലെങ്കിൽ ഗിംബൽ വർക്ക് ചെയ്യത്തില്ല. സോ അതെന്തായാലും നമ്മൾ മേക്ക് ഷുവർ ആയിരിക്കണം. ഓക്കെ, സോ സൈഡിലായിട്ട് ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇതിലൂടെയാണ് നമ്മൾ USB വഴി നമ്മുടെ ഗിംബൽ ചാർജ് ചെയ്യുന്നത്. ദെൻ ഗിംബലിൻ്റെ സെൻട്രലായിട്ട് ഒരു ജോയ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും കാണാം. ബാക്കിലായിട്ട് ഫോട്ടോ വീഡിയോ ബട്ടണും ഉണ്ട്. സോ ഗായ്സ്, ഇനി നമുക്ക് ഗിംബൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കൗണ്ടർ വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഫോൺ ഒന്ന് ഗിംബലിലോട്ട് മൗണ്ട് ചെയ്യണം. ആൻഡ് ഗായ്സ്, ഗിംബലിൻ്റെ എല്ലാ ഫംഗ്ഷനും കിട്ടണമെങ്കിൽ ക്യാപ്ചർ മൂവ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ആൻഡ് ബ്ലൂടൂത്ത് വഴി ഗിംബലുമായിട്ട് ഒന്ന് പെയറും ചെയ്യണം. ഓക്കെ, അതിനുശേഷം പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ടാങ്, നമ്മുടെ ഗിംബൽ എഴുന്നേറ്റ് വരുന്നതാണ് ഗായ്സ്. ഒരു രക്ഷയില്ല കേട്ടോ. ദെൻ പവർ ബട്ടണിൽ ഒരു വട്ടം പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗിംബൽ ലോക്ക് ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഗിംബൽ എങ്ങോട്ട് തിരിച്ചാലും നമ്മുടെ ഫോണിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ആക്ച്വലി ഈ ഒരു ആക്ഷനാണ് നമ്മുടെ ഫോണിന് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ജോയ്സ്റ്റിക്കിൻ്റെ സഹായത്തോടെ പല ഡയറക്ഷനിലോട്ട് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്ത് പല വീഡിയോസൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാം. ആക്ച്വലി വളരെ സ്മൂത്ത് ആൻഡ് ബട്ടർ ഫുട്ടേജസ് ഒക്കെ എടുക്കാം. ഞാൻ പിന്നെ ഒരു പ്രോ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ചാത്തൻ ഫുട്ടേജസ് ഒക്കെയാണ് എടുത്തത്. ഓക്കെ, സോ ബാക്കിലെ ബട്ടൺ നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ എടുക്കുക. അതേ ബട്ടൺ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കണ്ടിന്യൂസ്ലി വെക്കുകയാണെങ്കിൽ വീഡിയോ മോഡിലോട്ട് ചേഞ്ച് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീഡിയോ എടുത്ത് പൊളിക്കാം. ആൻഡ് ഗായ്സ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4939, ഏകദേശം 5000 രൂപയാണ്. ഇത് ബാങ്കുഡിൽ അവൈലബിൾ ആണ്. ആൻഡ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 320 ഡിഗ്രി മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ. ദാറ്റ് മീൻസ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങാൻ തോന്നില്ല. ഓൾമോസ്റ്റ് വട്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തോന്നില്ല ഗൈസ്, അതാണ് പ്രോബ്ലം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് സൂപ്പറായിട്ട് സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കാം. പ്രത്യേകിച്ച് ട്രാവലേഴ്സിനും വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഗിംബലാണ് ബഡീസ്. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് ഇതിലെടുത്ത കുറച്ച് ഫുട്ടേജസ് ഒന്ന് കാണാം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ബ്രോ. പിന്നെ സൈഡിൽ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ നൈസായിട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നൈസായിട്ട് സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അങ്ങ് ഇങ്ങനെ സെൻഡ് ചെയ്ത് വെറുപ്പിച്ചേക്കണം അവരെ. ഓക്കെ, വെറുപ്പിച്ച് ലാസ്റ്റ് അവരെ വീഡിയോ കാണണം.
അങ്ങനെ ഒരു വക്കിലാക്കണം. ഓക്കെ, അതേ നിങ്ങളെപ്പോലത്തെ ചങ്ക് ബ്രോസും ബഡീസിനും എല്ലാവർക്കും പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, സോ കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.